ഓക്കെ, അപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് AI എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ്, അതിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ആദ്യത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ ആദ്യത്തെ മൊഡ്യൂളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന തിയറീസ്, പിന്നെ അതുപോലെ അത് ബിസിനസ്സിൽ ഏതൊക്കെ രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള കുറച്ച് പോർഷൻസാണ് കവർ ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ക്ലാസ്സസിലായിട്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്കിനി നോക്കാനുള്ള അടുത്ത ഏരിയ എന്ന് പറയുന്നത് റോൾ ഓഫ് AI ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ വേരിയസ് ഡിസിഷൻ മേക്കിങ്ങിന് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെ നമ്മൾ AI യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് അറിയുന്നതുമായിട്ടുള്ള ഒരുപാട് പോയിൻറ്റ്സാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു 4-5 കാറ്റഗറീസായി സബ് ഡിവൈഡ് ചെയ്ത് ആ ഓരോ കാറ്റഗറീസിനെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ബിസിനസ് ഏതൊക്കെ രീതിയിലാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ജനറലായിട്ടുള്ള ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ടാവും, മറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരുപാട് റിസോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണ് AI യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ജനറലി നമുക്ക് നോക്കുന്ന സമയത്ത് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളൊരു ഏരിയ ആദ്യത്തെ ഒരു കാറ്റഗറി ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ജനറൽ ഡിസിഷൻസിന് വേണ്ടി എങ്ങനെയൊക്കെയാണ് AI യൂസ് ചെയ്യുന്നത് ബിസിനസ്സിൽ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംപ്രൂവിങ് സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അല്ലെങ്കിൽ ജനറലി നമ്മൾ നോക്കുന്ന സമയത്ത് മാനുവലി നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസ് ഒരുപാട് നമ്മൾ പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അനലൈസ് ചെയ്തിട്ട് ശേഷമാണ് ഒരു കറക്റ്റ് ഡിസിഷനിലെത്തുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് ഹിസ്റ്ററീസ് അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്യേണ്ടി വരും, ഒരുപാട് ഒപ്പീനിയൻസ് ചോദിക്കേണ്ടി വരും. നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. പക്ഷേ നമ്മൾ AI പ്ലാറ്റ്ഫോംസിന് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ സ്പീഡായിട്ട് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും, ഇല്ലേ? നമുക്കറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് ഈ ഒരു പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റ് അതിൻ്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് റിവ്യൂ ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ടൈം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാനേജേഴ്സിനാണെങ്കിൽ അവർ പേഴ്സണലി ഒപ്പീനിയൻസ് കേട്ട് ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാം, AI അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് ഡിസിഷൻസ് എടുക്കാം. ഇപ്പോൾ ബാങ്ക് പോലത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആകുന്ന സമയത്ത് അവിടെ ഒരു കസ്റ്റമർ ലോണിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു അപ്രോച്ച് ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി, അല്ലെങ്കിൽ അവരുടെ റീപേയ്മെൻറ്റ് ഹിസ്റ്ററി, അതുപോലെ അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എത്രത്തോളം ഉണ്ട്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുടെ ബേസിലായിരിക്കും വലിയ എമൗണ്ടൊക്കെ ഉള്ള ലോണ് നമ്മൾ സാങ്ഷൻ ആക്കുന്നത്. അപ്പോൾ ഇത് ഒരാളുടെ ഡീറ്റെയിൽ നമ്മൾ ഈ ഒരു AI അൽഗോരിതം വെച്ചിട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിലുള്ള ഡിസിഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ സ്പീഡിയർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, എനേബിളിംഗ് പ്രിഡിക്റ്റീവ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ക്യാപ്പബിലിറ്റീസ്. പ്രിഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇപ്പോൾ ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് ഫ്യൂച്ചർ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണ വേണം. അപ്പോൾ AI യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിസിൽ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് AIക്ക് എന്ത് ചെയ്യാം, പ്രെഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് AI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം AI അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഫ്യൂച്ചറിൽ നമുക്ക് ഉണ്ടായേക്കാവുന്ന ഹസാർഡ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലുള്ള വാർണിങ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് മുന്നിലുള്ള പോസിറ്റീവ് അല്ലെങ്കിൽ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടെത്താനും അതുപോലെ അതിനനുസരിച്ച് നമ്മളുടെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ, ചില സീസണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സീസണിൽ നമുക്ക് ഏത് തരം പ്രൊഡക്റ്റ് എത്രക്ക് ക്വാണ്ടിറ്റി മേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഏത് തരം കസ്റ്റമേഴ്സിനെ നമുക്ക് ആ സമയത്ത് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് വൺ പേഴ്സണലൈസിങ് കസ്റ്റമർ സെൻട്രിക് ഡിസിഷൻസ് ആണ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ കസ്റ്റമർ സെൻട്രിക് ആണ്. നമ്മളുടെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റയും AI സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കസ്റ്റമർ ഏതൊക്കെ രീതിയിലുള്ള പ്രൊഡക്റ്റാണ് റെഗുലർലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ആ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടുള്ള പർച്ചേസിങ് ഡിസിഷൻ അവർക്ക് അവൈലബിൾ ആക്കാൻ AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം മെയിൻലി കൊമേഴ്സ് പോലത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബ്രൗസിങ് ഹിസ്റ്ററീൻ്റെ ബേസിസിൽ നമുക്ക് വേണ്ട പ്രൊഡക്റ്റിൻ്റെ ലിങ്കുകൾ നമ്മളുടെ ഫീഡുകളിലേക്ക് തരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് പല പ്ലാറ്റ്ഫോംസിലായിട്ട് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലായിട്ട് ഒരുപോലത്തെ പ്രൊഡക്റ്റുകൾ തന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബേസിൽ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലിങ്കുകൾ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് നമ്മളുടെ ഫീഡുകളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് AIൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ഫ്രോഡ് ഡിറ്റക്ഷൻ ആണ്. എന്താണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ ഓൺലൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന പേയ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ബൈയിങ് നമ്മളിപ്പോൾ എന്തൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ATM പോലത്തെ കാർഡ് പേയ്മെൻറ്റ്സ് പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഓൺലൈൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ കാർഡ് പേയ്മെൻറ്റ്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫ്രോഡ് ഡിറ്റക്ഷൻ, അതിന് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് AI അൽഗോരിതംസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂസറല്ല അല്ലെങ്കിൽ ഒരു ഓണറല്ല ഈ ഒരു കാർഡ് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കുന്ന സ്ട്രേഞ്ച് പാറ്റേൺസ് അതല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന അബ്നോർമാലിറ്റീസ് എന്താണെന്നുള്ളത് AI പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനനുസരിച്ചിട്ടുള്ള വാർണിംഗ് സിഗ്നൽസ് നമുക്ക് എന്ത് തരുന്നുണ്ട്, AI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമുക്കൊരു മെസ്സേജസ് ആയിട്ട് തരാം, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാർണിംഗ് സിമ്പിൾസ് ആയിട്ട് തരാം. അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും യൂസേഴ്സിനെ നോട്ടിഫൈ ചെയ്യാൻ AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ഫ്രോഡലൻറ്റ് ആക്ഷൻസിൽ നിന്നും. അപ്പം നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ഇത്തരത്തിൽ AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഒപ്റ്റിമൈസിങ് ഓപ്പറേഷൻ ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഫിനാൻസ്, മണി ആയിരിക്കാം, പേഴ്സണൽ ആയിരിക്കാം, മറ്റേത് മെറ്റീരിയലും ആയിരിക്കാം. അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് റിസോഴ്സസ് എന്ന് പറയുന്നത് സ്കെയേഴ്സ് ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന റിസോഴ്സസിനൊക്കെ അലോക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പ്രോപ്പറായിട്ട് അതിനെ നമ്മൾ ഏതൊക്കെ ഏരിയാസിലാണോ കൂടുതലായിട്ട് ഓരോ റിസോഴ്സ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് അതിനെ നമുക്ക് ആ ഏരിയസിലേക്ക് എത്തിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് AI ഡിഫറെൻറ്റ് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാകാം, ഡിഫറെൻറ്റ് റോബോട്ട്സ് യൂസ് ചെയ്യുന്നുണ്ടാകാം. അതിൻ്റെയൊക്കെ ബേസിൽ എവിടെയൊക്കെ എപ്പോഴൊക്കെ ഏതൊക്കെ മെറ്റീരിയൽസ് വേണം എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനും AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റ്, ഏതൊക്കെ എക്യുപ്മെൻറ്റിന് മെയിൻ്റനൻസ് വേണം, ഏതൊക്കെ നമുക്ക് പ്രോപ്പർ രീതിയിൽ റിപ്പയർ ചെയ്യാനായിട്ടുണ്ട്, ഏതൊക്കെ മെറ്റീരിയൽസാണ് നമുക്ക് ഇനി ഓർഡർ ചെയ്യേണ്ടതുള്ളത്, ആ രീതിയിലുള്ള എല്ലാ അലോക്കേഷനും അല്ലെങ്കിൽ റിസോഴ്സിൻ്റെ മാനേജ്മെൻറ്റും നമുക്ക് AI യൂസ് ചെയ്ത് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ത്രൂ സിമുലേഷൻ ആണ്. എന്താണ് സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് റിയലായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ റിയൽ ഒരു സിറ്റുവേഷനെ നമ്മൾ ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യാണ്, അത് നടക്കുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ ആ ഒരു രീതിയിൽ മിമിക്ക് ചെയ്തുകൊണ്ട് ഇന്ന സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് ഇമ്പാക്റ്റാണ് വരിക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒന്ന് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിമുലേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് അതല്ലെങ്കിൽ നമുക്ക് റിയൽ ടൈം എക്സ്പീരിയൻസിലൂടെയോ എന്ത് ചെയ്യാം, സിമുലേഷൻ ഹാപ്പൻ ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ചെക്ക് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ നമ്മളുടെ ബോറോയിങ് റേറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് ലോണിനെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യും, ലോൺ കൂട്ടുകയോ കുറയോ, അല്ലെങ്കിൽ നമ്മളുടെ ലെൻഡിങ് റേറ്റ്, അതല്ലെങ്കിൽ ഡെപ്പോസിറ്റിൻ്റെ റേറ്റ്, അല്ലെങ്കിൽ ഡെപ്പോസിറ്റിൻ്റെ ടൈം, അങ്ങനെ ബാങ്കിൻ്റെ കേസാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ചേഞ്ചസ് വരുന്ന സമയത്ത് കസ്റ്റമേഴ്സിൽ അതെന്ത് ഇമ്പാക്റ്റ് വരുത്തും എന്നുള്ള രീതിയിൽ ഓരോ
വേരിയബിൾസിലും ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് അത് അതിൻ്റെ ഔട്ട്കത്തിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് സിമുലേഷൻ ടെക്നിക്സുകളും യൂസ് ചെയ്യാം. അതിനൊരുപാട് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിന് ഇക്വേഷൻസ് ആയിട്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബിസിനസ് സിറ്റുവേഷനെ കുറിച്ചിട്ട് ഐഡിയ വരും. ഒരു ഡൗൺഫോൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു സിമുലേഷൻ ടെക്നിക്സ് വഴി ആദ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഒരു ജനറൽ ഡിസിഷൻ മേക്കിങ്ങിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന ഏരിയ. ഇതിലും കൂടുതലുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയ അല്ലെങ്കിൽ അറിയാവുന്ന കൈൻഡ് ഓഫ് ഡിസിഷൻസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഏരിയ ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, അതായത് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം നമ്മളുടെ സെയിൽസ് അല്ലെങ്കിൽ പ്രൊമോഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ അതിൽ ഡിസ്കസ് ചെയ്യുന്നത് എൻഹാൻസിങ് കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ് ത്രൂ ഡീപ്പ് ഡാറ്റ ഇൻസൈറ്റ് ആണ്. ഡീപ്പ് ഡാറ്റ ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കുറിച്ച് നമുക്കൊരു ജസ്റ്റ് ഒരു ഓവർസൈറ്റിനപ്പുറം കൂടുതലായിട്ട് നമ്മൾ ഡീപ്പ് ഡാറ്റ ഇൻസൈറ്റ് അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ഈ പറഞ്ഞതുപോലെ അവരുടെ ബിഹേവിയറൽ പാറ്റേൺസ് അനുസരിച്ചിട്ടായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ കോണ്ടെക്സ്ച്വൽ പാറ്റേൺസ് അനുസരിച്ചിട്ടായിരിക്കാം. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, AI അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ പറഞ്ഞതുപോലെ ബ്രൗസിങ് ഹിസ്റ്ററീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള പർച്ചേസിങ് ഹാബിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ കണ്ടൻറ് പ്രിഫറൻസസ് ആയിരിക്കാം. ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്യൂട്ടബിൾ ആകുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക കസ്റ്റമർക്ക് താല്പര്യമുള്ള പ്രൊഡക്റ്റ് ഏതൊക്കെ ആയിരിക്കാം എന്നുള്ളത് AI റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ആ ഒരു കസ്റ്റമറിന് എത്തിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് കൂടുതൽ റീറ്റെയിൻ ചെയ്യേണ്ട മെത്തേഡ്സ് AI ഫ്രെയിം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചില കസ്റ്റമേഴ്സ് പ്രൈസ് ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പം അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഡിസ്കൗണ്ടും ഓഫേഴ്സും ഒക്കെ നമ്മൾ കൊടുക്കും. ചിലർ കളേഴ്സിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ കളറിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ അവർക്ക് കൂടുതലായിട്ടും മീൻസ് കമ്പനീൻ്റെ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കസ്റ്റമർക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആവുന്ന തരത്തിൽ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കും. ആ രീതിയിൽ നമുക്ക് ഡീപ്പ് ഡാറ്റ ഇൻസൈറ്റ് ഡാറ്റ കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പേഴ്സണലൈസിങ് മാർക്കറ്റ് കണ്ടൻ്റ് ആണ്. മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മൾ ഒരേ മെസ്സേജ് തന്നെ പലർക്കും പല രീതിയിലായിരിക്കും അയക്കേണ്ടി വരിക. ചിലത് നമ്മളുടെ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം, ചിലത് പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഇവർക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഓഫേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ നമ്മളുടെ പ്രൊമോഷൻസ് ആണെന്നുണ്ടെങ്കിലും ഓരോ കസ്റ്റമേഴ്സിനെയും ബേസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ പുതിയ കസ്റ്റമേഴ്സിനെ ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഇൻഫോർമേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് മാർക്കറ്റിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഓൾറെഡി നമുക്കുള്ള കസ്റ്റമേഴ്സ് തന്നെയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മളുടെ അപ്കമിങ് ഓഫേഴ്സ് അല്ലെങ്കിൽ അവർക്ക് വരുന്ന സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ ആയിരിക്കും നമ്മൾ പറയേണ്ടി വരിക. അങ്ങനെ ഓരോ കസ്റ്റമറിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പേഴ്സണലൈസ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓരോരുത്തർക്കും യൂണിക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഓട്ടോമാറ്റിക് റൂട്ടീൻ ആൻഡ് ഓപ്പറേഷണൽ മാർക്കറ്റിംഗ് ടാസ്ക്. നമ്മുടെ ഡെയിലിയുള്ള റൂട്ടീൻ ടാസ്കുകൾ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ടാസ്കുകൾ അത് എന്ത് ചെയ്യാണ്, ഓട്ടോമേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മെഷീനൈസ്ഡ് ആക്കുക. അതിനുവേണ്ടി നമുക്ക് AI സിസ്റ്റം യൂസ് ചെയ്യാം. എന്ത് ചെയ്യാണ്, നമ്മൾ ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസിനെയാണ് നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റുകളുടെ ഷെഡ്യൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന സമയത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിൽ എത്തിക്കേണ്ട ടൈമിങ്ങുകൾ ഉണ്ടാകും. കൂടുതൽ ആൾക്കാർ ചിലപ്പം ഒരു ബ്രേക്ക് സെഷൻ, അതായത് ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ കൂടുതലായിട്ടും
നമ്മളുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. ചിലർ നൈറ്റ് ടൈംസിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോരോ ടൈമിങ്ങുകളുണ്ട്. ഈ ടൈമിങ്ങിൻ്റെ ബേസിസിലും അതുപോലെ ഓഡിയൻസിൻ്റെ ഏജിൻ്റെ ബേസിസിലൊക്കെ സെഗ്മെൻറ്റ് ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യാം, AI സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് എടുക്കുന്നത്. നമുക്ക് ഓരോ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഏതൊക്കെ ടൈമുകളിൽ ആക്റ്റീവായിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മളുടെ പോസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മളുടെ ആക്ടിവിറ്റീസ് കമ്പനി ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ AI സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ, പ്രെഡിക്റ്റിംഗ് മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് കസ്റ്റമർ ഡിമാൻഡ്. പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ പാസ്റ്റ് ഡാറ്റേൻ്റെ ബേസിൽ, ഹിസ്റ്റോറിക്കൽ ഡാറ്റേൻ്റെ ബേസിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഈ ഒരു സീസൺ ആകുമ്പം ഏറ്റവും കൂടുതൽ വിറ്റ് പോയിരുന്ന പ്രൊഡക്റ്റ് എന്താണ്, അതിലെന്തൊക്കെ വേരിയേഷൻസ് കൊണ്ടുവരണം, ആ രീതിയിൽ നമുക്ക് മുന്നിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് എന്താണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന മാർക്കറ്റ് ട്രെൻഡ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മളുടെ പാസ്റ്റ് ഡാറ്റേൻ്റെ ബേസിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള സീസണൽ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡിമാൻഡ്, പെട്ടെന്ന് വരുന്ന ഡിമാൻഡുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെ നമുക്കത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മളുടെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഇംപ്രൂവിങ് കസ്റ്റമർ എൻഗേജ്മെൻറ്റ് ത്രൂ കോൺവെർസേഷണൽ AI. കോൺവെർസേഷണൽ AI നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ് ഒരു AI അതിൻ്റെ ടെസ്റ്റ് വിൻ ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ പറയുന്ന NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു AI പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കോൺവെർസേഷൻ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും AIക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള റിപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഉള്ള AI ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമുക്ക് വേണ്ട സജഷൻസിന് ഒക്കെ നമുക്കിതിന് യൂസ് ചെയ്യാം. ഓക്കെ, അത് ഏത് ഏരിയ റിലേറ്റഡ് ആയിട്ടായിരിക്കാം. ചിലപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ റിലേറ്റഡ് ഉള്ളതായിരിക്കാം, ചിലപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും മെഡിക്കൽ റിലേറ്റഡ് ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫെസിലിറ്റീസ്, ഇപ്പം ടിക്കറ്റ് ബുക്കിങ്ങോ അതല്ലെങ്കിൽ നമ്മളുടെ ട്രെയിൻ അങ്ങനത്തെ ഏതെങ്കിലും വെഹിക്കിളിൻ്റെ ടൈമിംഗ് അറിയുന്നതിനോ ഇതിനൊക്കത്തിനും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഡിജിറ്റൽ അഡ്വർടൈസിങ് ക്യാമ്പയിൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമലി നമ്മളുടെ ക്യാമ്പയിൻസ് ഔട്ട്ലെറ്റ് വഴി നടക്കുന്നത് പോലെ തന്നെ ഡിജിറ്റൽ അഡ്വർടൈസിങ് ക്യാമ്പയിൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ഉള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കസ്റ്റമേഴ്സും കൂടുതലും ഈ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ടൈമിങ്ങിൻ്റെ ബേസിസിൽ അവർക്ക് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയ അല്ലെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പ്ലാറ്റ്ഫോംസ് അവരുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഡിഫറെൻറ്റ് ബിഡിങ് മെത്തേഡ്സ് ഉണ്ടായിരിക്കും. അതായത് പല റേറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ചിട്ട്, അവർക്ക് ചെറിയ ബഡ്ജറ്റിന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അല്ല കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് ആ രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ ഓരോരുത്തരുടെയും റിട്ടേണിൻ്റെയും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ബേസിസിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുക. ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആവുന്ന സമയത്തിൻ്റെ ബേസിസിലാണ് എത്തിച്ചു കൊടുക്കുന്നത്. ചിലർ ഈ പറഞ്ഞതുപോലെ ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഒരു ലഞ്ച് ബ്രേക്ക് ടൈമിൽ കൂടുതൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കൂടുതൽ ലോവർ റേറ്റിലുള്ള സാധനങ്ങൾ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നു. ഇനി ചിലപ്പോൾ നൈറ്റ് ടൈംസിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ ഒരു സെക്ഷനിൽ നമ്മൾ കൂടുതൽ റേറ്റ് കുറച്ചിട്ടുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഏത് ടൈമിലാണോ ഓരോ കസ്റ്റമേഴ്സും കൂടുതലായിട്ട് എൻഗേജ്ഡ് ആവുന്നത് അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ അവർക്ക് വേണ്ട സാധനങ്ങൾ മുന്നിൽ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പീക്ക് ഷോപ്പിംഗ് ഹവേഴ്സ് എന്ത് ചെയ്യാം, ആ ഒരു പ്രത്യേക ടൈമിൽ കൂട്ടാനും പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് ഡിജിറ്റൽ അഡ്വർടൈസിങ് ക്യാമ്പെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.
അങ്ങനെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. അതിലുള്ളത് റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ക്രെഡിറ്റ് അസസ്മെൻ്റ് ആണ്. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആവുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ബോറോവേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ ലോൺ എടുത്താലും അടയ്ക്കില്ല എന്നുള്ള റിസ്കി ബോറോവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ ഹിസ്റ്ററീൻ്റെ ബേസിൽ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇൻകത്തിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ അവരൊക്കെ റീപേയ്മെൻറ്റിൻ്റെ ബേസിസിൽ, ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററീൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോൺ കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോൺ എടുത്താൽ മുന്നേ ഒന്നും അടയ്ക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മൾ ലോണ് പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല. മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടോ, ഇതൊക്കെ നമുക്കൊരു കസ്റ്റമറിനെ ചെക്ക് ചെയ്താൽ AI അൽഗോരിതം വഴി നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഓരോരുത്തരുടെയും ക്രെഡിറ്റ് അസസ്മെൻറ്റിൻ്റെ ബേസിൽ ഫിനാൻഷ്യൽ ഡിസിഷൻ, അതായത് AI ബാങ്ക് പോലത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവർക്ക് വെദർ നമുക്കത് കൊടുക്കണോ, ലോൺ പ്രൊവൈഡ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള രീതിയിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. പറഞ്ഞതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും കോമൺ മാൻ ആണെന്നുണ്ടെങ്കിലും ഫ്രോഡ് ഡിറ്റക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ ഓൺലൈൻ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫ്രോഡുകൾ ഡിറ്റക്റ്റ് ചെയ്യാം. പറഞ്ഞതുപോലെ തന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള പാറ്റേൺസ്, അല്ലെങ്കിൽ ഓണർ അല്ലാതെ മറ്റാരെങ്കിലും ആക്സസ് ചെയ്തു എന്നുള്ള രീതിയിൽ AI ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് സ്കാൻ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ കറക്റ്റീവായിട്ടുള്ള അലേർട്ട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് വേണ്ടി AI ഹെൽപ്പ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കയ്യിൽ ക്യാഷ് ഉണ്ട്, പക്ഷേ ഇയാൾക്കത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അറിയുന്നില്ല. അപ്പം നമുക്ക് സാധാരണ ഫിറ്റ്നസ്സിനൊക്കെ ആപ്പ് ഉള്ളതുപോലെ തന്നെ നമ്മളുടെ സ്പെൻഡിങ് ഹാബിറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് AI മനസ്സിലാക്കും. അതിനനുസരിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും AI. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മാത്രം മതി, എമൗണ്ട് ഏൽപ്പിച്ചാൽ മാത്രം മതി. AIൻ്റെ സജഷനോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ബഡ്ജറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ ഏരിയസിൽ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടും, ഏതൊക്കെയാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വെന്യൂസ് എന്നുള്ളതിനൊക്കെ നമുക്ക് 24/7 അസിസ്റ്റ് ചെയ്യാനും ഫിനാൻഷ്യൽ അഡ്വൈസ് ചെയ്യാനും AI ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് എക്സ്പെൻസ് മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ക്യാഷ് വരുന്നുണ്ട്, അതിനനുസരിച്ച് എക്സ്പെൻസ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചിലത് നമ്മൾ അൺനെസസറി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതുണ്ടാവും, ചിലത് നമുക്ക് ആവശ്യത്തിന് സ്പെൻഡ് ചെയ്യുന്നതുണ്ടാവും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഏരിയസിലാണ് നമ്മൾ അൺനെസസറി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, ഏതൊക്കെ നമുക്ക് ഇത് സ്പെൻഡിങ് ഹാബിറ്റ് കുറയ്ക്കാം എന്നുള്ള രീതിയിലൊക്കെ അഡ്വൈസസ് AI പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഓർഗനൈസേഷനൊക്കെ ആവുന്ന സമയത്ത് അവർ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന കുറേ റിസോഴ്സസ് ഉണ്ടാകും, നമ്മൾ യൂസ് ചെയ്യാത്ത റിസോഴ്സസുകൾ, അല്ലെങ്കിൽ ചില ബ്രാഞ്ചിന് ഒരുപാട് എക്സ്പെൻസുകൾ വരികയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും എമൗണ്ട്. ആ രീതിയിലുള്ള അഡ്വൈസ് കൊടുക്കാൻ AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മേജർ അക്വിസിഷൻ ആൻഡ് കോർപ്പറേറ്റ് വാല്യുവേഷൻ ആണ്. അതിനെങ്ങനെയൊക്കെയാണ് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിൽ തന്നെ വരുന്നതാണ്. മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മുടെ മാർക്കറ്റ് പൊസിഷനിങ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു മേജർ അല്ലെങ്കിൽ അക്വിസിഷനൊക്കെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കമ്പനീസ് കമ്പൈൻ ചെയ്യുന്നത്, യോജിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു കമ്പനീനെ നമ്മൾ വാങ്ങിക്കുന്നത്, അക്വയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ അക്വയർ ചെയ്യുന്ന ആ കമ്പനിക്ക് ആവശ്യത്തിനുള്ള ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് ഫിനാൻഷ്യൽ റെക്കോർഡ്സൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതൊരാൾ ഇരുന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയമെടുക്കും. അതേസമയം AI ആവുന്ന സമയത്ത് തൗസൻഡ്സ് ഓഫ് ലീഗൽ ഡോക്യുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അവർ എൻ്റർ ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റ് ആണെങ്കിലും വിത്തിൻ മിനിറ്റ്സ് അതിനെ ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കമ്പനീനെ എക്വയർ ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തൊരു ആപ്ലിക്കേഷൻ ബിഹേവിയറൽ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റർ സൈക്കോളജിയാണ്.
ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പഠിക്കാനുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിലർ വളരെ പാനിക് ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വാങ്ങിച്ച സാധനം വില കുറയാന്ന് കാണുമ്പോൾ സെല്ല് ചെയ്യുന്നവരുണ്ടാവും. ചിലർ വില കുറയാണെന്നുണ്ടെങ്കിലും അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നവരുണ്ടാകും, ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട്. ചിലർ ഓവർ കോൺഫിഡൻസ് കാണിക്കുന്നവരുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ബിഹേവിയേഴ്സാണ് നമ്മളുടെ ഫിനാൻഷ്യൽ ഡിസിഷനിൽ നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഈ സൈക്കോളജി മനസ്സിലാക്കി ഓരോരുത്തരുടെയും ബിഹേവിയറിനെ കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സജഷൻസ് AI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് വളരെ പാനിക്കായിട്ട് പെട്ടെന്ന് സെല്ല് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ മാർക്കറ്റിൽ വരാൻ പോകുന്ന ട്രെൻഡ്, അല്ലെങ്കിൽ മാർക്കറ്റ് വോളറ്റിലിറ്റി എത്രത്തോളം വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കി അഡ്വൈസ് ചെയ്യാൻ AIക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. AI ഇത്തരത്തിലുള്ള പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യും, നമ്മുടെ റാഷണാലിറ്റി എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ചിട്ട് നമുക്കുള്ള കറക്റ്റ് സ്ട്രാറ്റജീസ് എടുത്തു തരാൻ ഹെൽപ്പ് ചെയ്യുന്നത് AI ആണ്. ഓക്കെ, നമ്മളൊരു പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജറെ വെക്കുന്നതിന് പകരം AIൻ്റെ അഡ്വൈസ് നമുക്ക് ഈ ഏരിയയിലും ചൂസ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് വൺ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എങ്ങനെയൊക്കെയാണ് AI ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ലിങ്ക്ഡിൻ പോലത്തെ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട സ്കില്ലോട് കൂടി ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ 99% നമുക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന, അല്ലെങ്കിൽ നമുക്ക് മാച്ച് ആകുന്ന എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഏരിയാസിൽ നമുക്ക് AI പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തുകൊണ്ട്, അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് പേരുടെ ലിസ്റ്റിൽ നിന്ന് നമുക്ക് സ്ക്രീൻ ചെയ്തെടുക്കാം. നമുക്ക് മാച്ചിങ് കാൻഡിഡേറ്റ്സ് പ്രൊഫൈൽസ് കണ്ടെത്താം നമ്മളുടെ ജോബ് റിക്വയർമെൻറ്റ്സിനനുസരിച്ചുകൊണ്ട്. ഓക്കെ, ദെൻ എംപ്ലോയി ഓൺ ബോർഡിംഗ് ആണ്. എംപ്ലോയിക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് റോൾ സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് മൊഡ്യൂൾസ് അവർക്ക്, അതായത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരുടെയും ജോലി എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് മൊഡ്യൂൾസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ വിർച്വൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ AI പ്ലാറ്റ്ഫോംസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി അവർക്ക് പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്, ഓരോരുത്തരുടെയും പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കരിയർ ഗോൾ എന്താണോ അതിലേക്ക് കൂടുതലായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഓർഗനൈസേഷന്. നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ എംപ്ലോയി ഓറിയൻറ്റഡ് ആയിട്ടാണ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുക്കുന്നത്. ദെൻ പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തരുടെയും പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനും അനലൈസ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം, AI യൂസ് ചെയ്യാം. ഓരോരുത്തരും അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പീരിയോഡിക്കലി എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഡെയിലി ബേസിസിലോ ചെക്ക് ചെയ്യാനും അപ്രൈസൽ കൊടുക്കാനും കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാനും AI യൂസ് ചെയ്യാം. ദെൻ റീടെൻഷൻ മാനേജ്മെൻ്റ് ആണ്. റീടെൻഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ നമ്മൾ ഓർഗനൈസേഷനിൽ പിടിച്ച് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അവരുടെ ഇമോഷൻ്റെ ബേസിസിലായിരിക്കാം, നമുക്കൊരു വർക്ക് കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതുണ്ട്. ഇതൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് സർവേസ് യൂസ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യും. ഓരോരുത്തർക്ക് അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്ന ഏരിയ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർക്ക് നീഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കളക്ട് ചെയ്യും. അതിൻ്റെ ബേസിൽ നമ്മൾ എംപ്ലോയീസിന് കൂടുതൽ ഓഫേഴ്സോ അല്ലെങ്കിൽ കൂടുതൽ ഫെസിലിറ്റീസോ സാലറിയോ എന്താണെന്ന് വെച്ചാൽ ഓഫർ ചെയ്യാം. അങ്ങനെ എംപ്ലോയീസിനെ ഏതൊക്കെ രീതിയിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റുമോ ആ മെഷേഴ്സൊക്കെ കണ്ടെത്താനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പേറോൾ, കോംപ്ലയൻസ് ആൻഡ് HR ഓപ്പറേഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്. പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മന്തും സാലറി കൊടുക്കണം. ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് ലീഗലി എല്ലാ കാര്യങ്ങളും അഡ്ഹിയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, AI യൂസ് ചെയ്യാം. അപ്പോൾ പലതരത്തിൽ നമുക്കിതിനെ പോയിൻ്റ് ഔട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ലാസ്റ്റ് വൺ ഓപ്പറേഷൻ മാനേജ്മെൻ്റ് ആണ്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന
ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മെറ്റീരിയൽസ് അക്വയർ ചെയ്ത് സാധനം ഫൈനൽ പ്രൊഡക്റ്റായിട്ട് ഡെലിവർ ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്തിനൊക്കെ വേണ്ടി AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. നമുക്കറിയാം, ഒരു പറഞ്ഞതുപോലെ സീസണലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ട്രെൻഡ് വരുന്ന സമയത്ത് ഇത് നേരത്തെ ഫോർകാസ്റ്റ് ചെയ്യാൻ AI നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് പലരുടെ ഈ പറഞ്ഞതുപോലെ സെർച്ച് ഹിസ്റ്ററീസോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൻ്റെ ഒക്കെ ബേസിസിലായിരിക്കും നമ്മൾ ഈ ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് അടുത്തൊരു ഓർഗനൈസേഷൻ്റെ ഒരു എന്താണ് ഏരിയ ഓഫ് ഓപ്പറേഷനാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മെറ്റീരിയൽ പെട്ടെന്ന് നമുക്ക് തീർന്നു പോയി കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മെറ്റീരിയൽ തീരുന്നതിന് കുറച്ച് മുന്നേ തന്നെ അടുത്ത സ്റ്റോക്ക് നമ്മൾ ഓർഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട്, ഓരോ മെറ്റീരിയലും എപ്പോഴൊക്കെ നമ്മൾ ഓർഡർ ചെയ്യണം, അതിൻ്റെയൊക്കെ സ്റ്റോറേജ് കോസ്റ്റ് എത്രത്തോളം വരും, അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തണമെങ്കിൽ എത്ര സമയം എടുക്കും, ലീഡ് ടൈംസ് എത്ര എടുക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഓവർ സ്റ്റോക്കിംഗ് ഒഴിവാക്കിക്കൊണ്ടും സ്റ്റോക്ക് ഔട്ട് ഒഴിവാക്കിക്കൊണ്ടും കറക്റ്റ് ലെവലിൽ നമ്മൾ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇൻവെൻറ്ററി ഓർഡർ ചെയ്യാനും അത് കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് AI അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ ഇൻവെൻറ്ററി നമ്മൾ കീപ്പ് ചെയ്ത് പോയാൽ മതി. പല നമ്മൾ ടെക്നിക്സും യൂസ് ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി. പിന്നെ പ്രെഡിക്റ്റീവ് മാനേജ്മെൻറ്റ്, പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പല പ്രൊഡക്റ്റുകളും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫെയിലിയേഴ്സ് വരാം. അപ്പം അതിൻ്റെ ഫെയിലിയേഴ്സ് നേരത്തെ മുൻകൂട്ടി നമ്മൾ കണ്ട് പല സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാകും. ചില ഭാഗങ്ങൾ ഡിഫക്റ്റ് വരുമ്പോൾ തന്നെ അലേർട്ട് തരുന്ന രീതിയിലുള്ള സെൻസേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെഷീനറീൻ്റെയും മറ്റ് എക്യുപ്മെൻറ്റ്സിൻ്റെയൊക്കെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാം. അതിന് ഫെയിലിയേഴ്സ് വരുന്നതിന് മുന്നേ തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്ത് അതിന് വേണ്ട റീപ്ലേസോ അതല്ലെങ്കിൽ അതിന് വേണ്ട റിപ്പയേഴ്സോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ AI യൂസ് ചെയ്യാം. ദെൻ പ്രോസസ് ഓട്ടോമേഷനാണ്. പ്രോസസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന റൂട്ടീൻ ടാസ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം AI യൂസ് ചെയ്തുകൊണ്ട്. അത് റിപ്പീറ്റേറ്റീവ് ആൻഡ് ചെറിയ ചെറിയ ടാസ്കുകളാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യും. അതായത് മാനുവലി നമ്മൾ ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഡിഫക്റ്റ് ഡിറ്റക്ഷൻ. നമ്മളൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രം പോരാ, അത് ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടർ വെച്ചിട്ട് നമ്മളത് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ വെക്കുന്നതിനേക്കാളും വളരെ എളുപ്പമായിട്ട് നമുക്കൊരു മെഷീനിലൂടെ അല്ലെങ്കിൽ ഒരു AI പ്ലാറ്റ്ഫോമിലൂടെ അതിനെ കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ കറക്റ്റ് എന്താണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്നുള്ളത് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് മാത്രം. ഓക്കെ, ദെൻ സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സാധനം ഉണ്ടാക്കി ഇവിടെ വെച്ചാൽ മാത്രം പോരാ, നമ്മളത് കസ്റ്റമേഴ്സിൽ എത്തിക്കണം. അപ്പോൾ എത്തിക്കുമ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് വേയിൽ അതെങ്ങനെ എത്തിക്കാം, അതാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് അതിവിടെ എത്തി, മെറ്റീരിയൽ എത്തിക്കഴിഞ്ഞ് നമ്മളതിനെ പ്രോസസ്സ് ചെയ്തു, ദെൻ അത് ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് കസ്റ്റമേഴ്സിന് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ബെസ്റ്റ് റൂട്ട് ഏതാണെന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ അത് കസ്റ്റമേഴ്സിൽ എത്തിക്കാം എന്നുള്ള രീതിയിൽ സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷന് നമുക്ക് AI യൂസ് ചെയ്യാം. നമ്മളിപ്പം റൂട്ട് മാപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഏറ്റവും പെട്ടെന്ന് ഒരു സാധനം എത്തിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് 5 കാറ്റഗറീസായിട്ട് ഇവിടെ AI ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഏരിയ പഠിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഹ്യൂമൻ റിസോഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ആണെങ്കിലും ഫിനാൻസിൻ്റെതാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും അതുപോലെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആണെങ്കിലും എല്ലാ ഏരിയയിലും നമ്മൾ AI യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ.